ജോസഫ് വിജയുമായി തന്നെ താരതമ്യം ചെയ്യരുതെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. മംഗളഗിരിയിലെ ജനസേന ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പവൻ കല്യാണിന്റെ നിലപാട്. തമിഴ്നാട്ടിൽ വിജയ് തമിഴ് വെട്രി കഴകമെന്ന പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ വളരെ വേഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി. വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം ഞങ്ങൾ എന്തുകൊണ്ട് സ്വതന്ത്രമായി മത്സരിച്ചില്ല എന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണെന്ന് പവൻ കല്യാൺ വ്യക്തമാക്കി. ജനസേന എന്ന പാർട്ടി അധികാരത്തിനോ പദവികൾക്കോ വേണ്ടിയല്ല രൂപീകരിച്ചതെന്നും സാമൂഹിക മാറ്റം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയമാണ് പാർട്ടിയുടെ അടിസ്ഥാനം. TDPയുമായും BJPയുമായും സഖ്യം ചേർന്നത് ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ സ്ഥിരത കണക്കിലെടുത്ത് ആലോചിച്ചെടുത്ത തീരുമാനമെന്നും പവൻ കല്യാൺ വിശദീകരിച്ചു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. മച്ചിലപട്ടണം യോഗത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പക്ഷേ ആന്ധ്രാപ്രദേശ് നിർണായക രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. 2023 TDP നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത സംഭവം നിർണായക വഴിത്തിരിവായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന താൽപര്യം മുൻനിർത്തിയാണ് സഖ്യ തീരുമാനമെടുത്തത്. സംസ്ഥാനത്തിന്റെ ഭാവിക്കായി സഖ്യ രാഷ്ട്രീയം അനിവാര്യമായിരുന്നുവെന്നും രാഷ്ട്രീയ അഹങ്കാരത്തെക്കാൾ സ്ഥിരതയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും പവൻ കല്യാൺ വ്യക്തമാക്കി. ജനം, ഡൽഹി.